സബ്സിഡി ചെയ്യുന്നുമുണ്ട്. നന്ദി ശ്രീ രജീഷ് സി നായർ. പ്രതികരണം അറിയിച്ച അദ്ദേഹം റഷ്യയിൽ നിന്നാണ് ഇപ്പോൾ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. നമ്മൾ അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോകുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് ഒരു പൊതുശ്മശാനം ഇല്ലാത്തതിന്റെ ദുരിതം അനുഭവിക്കുകയാണ് ചെങ്ങന്നൂർ ചെറിയനാട്ടുകാർ. സംസ്കാര ചടങ്ങുകൾ നടത്തിയിരുന്ന ചെറിയനാട് വാതക ശ്മശാനം പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ സംഭരണ കേന്ദ്രമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രമാണ് ഇപ്പോൾ ചെറിയനാട്ടെ പഴയ ശ്മശാനം. സംസ്കാര ചടങ്ങുകൾ നടത്താൻ പൊതുശ്മശാനം ഇല്ലാതെ വലയുകയാണ് ഇവിടുത്തുകാർ. 2005 ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വാതക ശ്മശാനം ഇടയ്ക്കിടെ പ്രവർത്തനരഹിതമായതോടെയാണ് അടച്ചത്. ചെറിയനാട് പഞ്ചായത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ ഇപ്പോൾ മരണം നടന്നാൽ മൃതദേഹം ദൂരെ തിരുവല്ലയിലോ മാവേലിക്കരയിലോ കൊണ്ടുപോയി സംസ്കരിക്കേണ്ട ഗതികേടാണ്. നിർമ്മാണത്തിലുണ്ടായ സാങ്കേതികമായ പിഴവുകളാണ് വാതക ശ്മശാനത്തെ പ്രതികൂലമായി ബാധിച്ചത്. ശ്മശാനത്തിലെ ബർണറിന്റെയും മറ്റും പോരായ്മകൾ പരിഹരിച്ച് 2018 വീണ്ടും പ്രവർത്തിച്ചത്. 13 വർഷം പ്രവർത്തിക്കാതെ കിടന്നു. കോവിഡ് കാലത്ത് നിരവധി മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ച് സംസ്കരിച്ചു. അതിനുശേഷം വീണ്ടും അടച്ചുപൂട്ടി. സ്ഥലപരിമിതിയുള്ള വീടുകളിലെ ശവസംസ്കാര ചടങ്ങുകൾ പോലും ഇവിടെ നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് 2018 ശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കെടുകാര്യസ്ഥത മാറി മാറി ചെറിയനാട് പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ലക്ഷങ്ങൾ കൈയിട്ട് വരുന്നതിന് വേണ്ടി നിർമ്മാണ പ്രവൃത്തികൾക്കായി ബില്ല് മാറിയെടുക്കുന്നെങ്കിലും അതിൻ്റെതായ യാതൊരു പ്രവൃത്തികളും ഈ ശ്മശാനത്തിൽ ഇന്നുവരെയും കാണുവാൻ കഴിഞ്ഞിട്ടുള്ളതല്ല. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തി ശ്മശാനം പ്രവർത്തിപ്പിച്ചാൽ മാലിന്യ നിക്ഷേപവും മറ്റും ഒഴിവാക്കുകയും ഭൂമിയില്ലാത്തവർക്ക് മൃതദേഹം അടക്കം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നിലവിൽ കെട്ടിടം ജീർണാവസ്ഥയിലാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന സംഭവമാണ് ഈ വേസ്റ്റ് ഇവിടെ കുന്നുപോലെ കൂട്ടിയിട്ട് ഇത് തിരിയുക, അപ്പുറത്ത് അവരുടെ സ്ഥലം വേറെ എടുത്തിട്ടുണ്ട് അവിടെ കൊണ്ടിടുക. ഈ പഞ്ചായത്തിൻ്റെ ഏത് രീതിയിലും അതിനെ ചേതോദയം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ലാതെ ഒരു കാരണവശാലും ഒരു വികസനത്തിൻ്റെയും ഒരു കാര്യങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല. ഇവിടെ മാസത്തിൽ 12 ദിവസവും മാലിന്യശേഖരം ഇനംതിരിക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ ഇഴജന്തുക്കളുടെ ആക്രമണം ഭയന്നാണ് ജോലി ചെയ്യുന്നത്. ഇതിനൊപ്പമാണ് ഇറച്ചി മാലിന്യമടക്കം സാമൂഹ്യ വിരുദ്ധർ പരിസരത്ത് തള്ളുന്നത്. ഇത് കാരണം ദുർഗന്ധം രൂക്ഷമാണ്. കാൽനട യാത്ര പോലും സാധിക്കാത്ത വിധമാണ് ദുർഗന്ധം വമിക്കുന്നത്. ഭൂമിയില്ലാത്തവർക്ക് മൃതദേഹം സംസ്കരിക്കാൻ ഒരിടം എന്നത് അവകാശമാണ്. എന്നാൽ അതിനു വേണ്ടി പണിത ഒരു അത്യാധുനിക കെട്ടിടം ഇവിടെ മാലിന്യം സംഭരിക്കുന്ന കേന്ദ്രമാക്കി മാറ്റി. നിർമ്മാണത്തിലെ പിഴവും ആ പിഴവ് പരിഹരിക്കാത്തത് മൂലം എത്രയെത്ര കെട്ടിടങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ രതീഷ് ഒരു കാര്യം പറയുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്